കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ന്യൂട്രീഷനെ കുറിച്ചാണ്. അതിൽ തന്നെ മനുഷ്യനുള്ള ന്യൂട്രീഷനാണ് നമ്മൾ അവസാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മനുഷ്യനുള്ള ന്യൂട്രീഷൻ പ്രോസസ്സാണ്. ഡൈജഷനാണ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്, ദഹന പ്രക്രിയ ഏതെല്ലാം ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്ക് അതേപോലെ ഉപയോഗിക്കാൻ കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കോംപ്ലക്സ് മെറ്റീരിയലുകളാണ്. ഈ കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയലുകളെ സിംപ്ലർ സബ്സ്റ്റൻസുകളാക്കി മാറ്റണം. അങ്ങനെ മാറ്റുന്ന സിംപ്ലർ സബ്സ്റ്റൻസുകളെ മാത്രമേ നമ്മുടെ ശരീരത്തിന് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇങ്ങനെയുള്ള കോംപ്ലക്സ് സബ്സ്റ്റൻസുകളെ സിമ്പിൾ സബ്സ്റ്റൻസുകളായി മാറ്റുന്ന പ്രോസസ്സിനാണ് നമ്മൾ ദഹനം, ഡൈജഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മൾ ഫുഡ് എടുക്കുന്നത്, നമ്മളെ വായിലേക്ക് ഫുഡ് എടുക്കുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക ഇഞ്ചക്ഷൻ എന്നാണ്. ആ ഇഞ്ചക്ഷൻ മുതൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത വേസ്റ്റ് മെറ്റീരിയലുകൾ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുക ഇഞ്ചക്ഷൻ വരെയാണ്. ഈ രണ്ട് പ്രോസസ്സുകൾക്കിടയിൽ നമ്മൾ ഭക്ഷണം വായിലേക്ക് എടുക്കുന്നത് മുതൽ, വായിൽ നമ്മൾ ഭക്ഷണം ഇടുന്നത് മുതൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേസ്റ്റുകൾ റിമൂവ് ചെയ്യുന്നത് വരെ ഏതെല്ലാം ഓർഗനുകളാണ് നമ്മുടെ ശരീരത്തിൽ ഇൻവോൾവ് ആവുന്നത്, ഏതെല്ലാം എൻസൈമുകളാണ് നമ്മളെ ശരീരം ഉപയോഗപ്പെടുത്തുന്നത്, എന്തെല്ലാം പ്രോസസ്സുകളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ശരീരത്തിൽ പല സിസ്റ്റങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സ്ക്രീറ്ററി സിസ്റ്റം ഉണ്ട്. പല സിസ്റ്റങ്ങൾ, അതായത് കുറേയധികം ഓർഗനുകൾ ഇൻവോൾവ് ആയിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചില പ്രോസസ്സുകളുണ്ട്. അതിൽപ്പെട്ടൊരു സിസ്റ്റമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. എലിമെൻ്ററി കനാൽ എന്നറിയപ്പെടുന്ന കുറേയധികം ഓർഗനുകളുടെ ഒരു കൂട്ടായ്മയാണ് ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വായ മുതൽ ഏനസ് വരെയുള്ള പാർട്ടുകൾ, അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് മൗത്താണ്. മൗത്തിനെ നമ്മൾ ബക്കൽ കാവിറ്റി എന്നാണ് വിളിക്കുക, മൗത്ത്. അതേപോലെ ഫാരിങ്സ്, ഓസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്റ്റം. അതോടൊപ്പം തന്നെ സലൈവറി ഗ്ലാൻഡ്, ലിവർ, പാൻക്രിയാസ്. ഇത്രയും സാധനങ്ങൾ കൂടിച്ചേർന്നതാണ് നമ്മളുടെ എലിമെൻ്ററി കനാൽ എന്ന് വിളിക്കുന്ന ഭാഗം. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും. ബക്കൽ കാവിറ്റി, ഓസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഏനസ്. അതോടൊപ്പം തന്നെ ലിവർ, പാൻക്രിയാസ്, സലൈവറി ഗ്ലാൻഡ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓർഗനുകൾ. പിന്നെ ചില എൻസൈമുകളാണ്. ഈ എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ ഗ്ലാൻഡുകൾ എന്ന് വിളിക്കുന്നത്. സലൈവറി ഗ്ലാൻഡ്, ലിവർ, അതേപോലെ തന്നെ പാൻക്രിയാസ്. ഇത് മൂന്നും ഗ്ലാൻഡുകളാണ്. ഈ ഗ്ലാൻഡുകളാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എൻസൈമുകൾ പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റൊമക്കിൻ്റെ വാൾസ്, സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ പല എൻസൈമുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട 3 എൻസൈമുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ എൻസൈമുകൾ ആവശ്യമാണ്. ഈ എൻസൈമുകളാണ് കോംപ്ലക്സ് ഫുഡ് സബ്സ്റ്റൻസുകളെ സിമ്പിൾ സബ്സ്റ്റൻസുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇതൊരു കെമിക്കൽസ് ആണ്. എൻസൈംസ് ആർ കെമിക്കൽസ് വിച്ച് സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദി സെൽ. നമ്മുടെ സെല്ലുകളിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളെ സ്പീഡപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കെമിക്കലുകളെയാണ് നമ്മൾ എൻസൈംസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലൊക്കെ നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ്സുകളെ സ്പീഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നടത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ് എൻസൈമുകൾ നിർവഹിക്കുന്നത്. ചില കെമിക്കലുകളാണ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ചില എൻസൈമുകളാണ്, ചില കെമിക്കലുകളെയാണ് നമ്മൾ എൻസൈം എന്ന് വിളിക്കുന്നത്. എല്ലാ എൻസൈമുകളും കോംപ്ലക്സ് പ്രോട്ടീനുകളാണ്. അതുകൊണ്ട് തന്നെ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാൽ ഈ സാധനം അതേപോലെ തന്നെ ഉണ്ടാവും. വീണ്ടും അടുത്ത കെമിക്കൽ റിയാക്ഷനോട് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള സാധനങ്ങളാണ് നമ്മളുടെ അധികം എൻസൈമുകളും. ഒരു ഉദാഹരണം, എൻസൈമിന് ഉദാഹരണമാണ് നമ്മുടെ ഉമിനീരെന്ന് പറയുന്ന സാധനം.
നമ്മൾ വായിലിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഉമിനീര് ഒരു എൻസൈമാണ്. അതൊരു കോംപ്ലക്സ് കെമിക്കലാണ്, സ്റ്റാർച്ചിനെ ഷുഗറായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസസ്സ് ഇൻവോൾവ്ഡ് ഇൻ ന്യൂട്രീഷനാണ്. ന്യൂട്രീഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഡൈജഷൻ, ഇത്രയും പ്രോസസ്സുകളാണ് നമ്മളുടെ ഈ എലിമെൻ്ററി കനാലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡൈജഷൻ പ്രോസസ്സുകളായിട്ട് ഉള്ളത്. അതിൽ ഇൻജഷൻ ആൻഡ് ഡൈജഷൻ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻജഷൻ എന്ന് പറഞ്ഞാൽ എത്രയുള്ളൂ, നമ്മൾ ടേക്കിംഗ് ഇൻ ഫുഡ് ത്രൂ അവർ മൗത്ത്സ്, നമ്മുടെ വായിലൂടെ ഭക്ഷണത്തിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഇൻജഷൻ എന്ന് വിളിക്കാം. ഇനി ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെങ്കിൽ കുറേയധികം പാർട്ടുകൾ അത് ഇൻവോൾവ് ആവുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് മൗത്താണ്. മൗത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, ബക്കൽ കാവിറ്റി എന്നുള്ള പേരിൽ പഠിച്ചിട്ടുണ്ടാവും. മൗത്തിൽ പ്രധാനമായിട്ട് 3 പാർട്ടുകളാണ്. നമ്മളെ പല്ലുണ്ട്, നാവുണ്ട്, അതേപോലെ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്. ഈ പല്ല് നമ്മളുടെ ഫുഡിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യും, പൊടിക്കും. ഈ പൊടിച്ച ഫുഡിനെ സലൈവയുമായിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നാവിൻ്റെ ഡ്യൂട്ടി. നാവിന് മറ്റേ പല ഡ്യൂട്ടികളുണ്ട്. നമ്മൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി സഹായിക്കുന്നു, സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, ഭക്ഷണം വിഴുങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതൊക്കെ നാവാണ്. ഇതിൽ പ്രധാനമായിട്ട് സലൈവ എന്ന് പറയുന്ന നമ്മളുടെ ഉമിനീരുമായിട്ട് നമ്മൾ ഫുഡിനെ മിക്സ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് നാവിനുള്ളത്. സലൈവയിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള എൻസൈമാണ് സലൈവറി അമൈലേസ്. സലൈവറി അമൈലേസ് സ്റ്റാർച്ചിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനം നേരിട്ട് നമ്മളുടെ സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഒരു എൻസൈമിനും അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതേസമയം നമ്മൾ വായിലിട്ട് ഭക്ഷണം നന്നായിട്ട് ചവച്ചരയ്ക്കും. ഇങ്ങനെ ചവയ്ക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഉമിനീര്, സലൈവ, ഇതിലുള്ള സ്റ്റാർച്ചിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഷുഗറിനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ മറ്റ് ഡൈജസ്റ്റീവ് എൻസൈമുകൾക്ക് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വായിലിട്ട് നന്നായിട്ട് ചവച്ചരയ്ക്കണം. അപ്പോഴേ ഈ ഫുഡ് നന്നായിട്ട് സലൈവയുമായിട്ട് മിക്സ് ആവുള്ളൂ. സലൈവയുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ മാത്രമേ അതിലുള്ള സ്റ്റാർച്ചിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുള്ളൂ. സ്റ്റാർച്ച് ഷുഗറായി കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ആയിട്ട് നടക്കൂ. നമുക്കറിയാം, സാധാരണഗതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഏതെങ്കിലും അതിൻ്റെ സ്മെല്ല് നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ വായിൽ ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അതായത് നമ്മളെ ബോഡി അങ്ങനെ മുന്നൊരുക്കം നടത്തുകയാണ്. ആ ഫുഡ് നമുക്ക് കിട്ടിയാൽ നമ്മൾ കഴിക്കുമ്പോൾ അതിനാവശ്യത്തിന് സലൈവ വേണം. അപ്പോൾ സലൈവ ഉടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുകയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളെ ബോഡിയിൽ ആദ്യത്തെ എൻസൈമായിട്ടാണ്, നമ്മളെ ഫുഡുമായി ബന്ധപ്പെടുന്ന ആദ്യത്തെ എൻസൈമാണ് സലൈവ. സലൈവറി അമൈലേസ് എന്നാണ് എൻസൈമിൻ്റെ പേര്. സ്റ്റാർച്ചിനെ ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യും. അതോടൊപ്പം നമ്മുടെ വായിലുള്ള പല്ലുകൾ നന്നായിട്ട് ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യും. ആ ഗ്രൈൻഡ് ചെയ്ത ഫുഡിനെ സ്വാലോ ചെയ്യാൻ വേണ്ടിയിട്ടും ടങ് സഹായിക്കും. മറ്റൊന്ന് ഓസോഫാഗസ് ആണ്. ഓസോഫാഗസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് പൈപ്പ് എന്ന് കൂടെ അറിയപ്പെടാറുണ്ട്. ഫുഡ് പൈപ്പ് നമ്മുടെ വായിൽ നിന്ന് നമ്മൾ വിഴുങ്ങുന്ന ഫുഡിനെ സ്റ്റൊമക്കിൽ എത്തിക്കുക എന്നുള്ളതാണ് ഓസോഫാഗസിൻ്റെ ഫങ്ഷൻ. ഇതിന് ഡൈജഷനിൽ ഡയറക്റ്റ് പങ്കില്ല. ഈ ഫുഡിനെ മൗത്തിൽ നിന്ന് ഒറ്റയടിക്ക് നമ്മൾ വായിലിടുന്ന ഫുഡ് മൊത്തത്തിൽ ഒറ്റയടിക്കാണ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുക. ഇനി ഇത് ഓസോഫാഗസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പൈപ്പല്ല, അത് കുറേയധികം മസിലുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു പൈപ്പാണ്. ഇത് ഫുഡിനെ പുഷ് ചെയ്യും, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഫുഡിനെ പുഷ് ചെയ്യും. പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്ന മസിൽ മൂവ്മെൻ്റാണ് ഈ ഒരു ഫുഡിൻ്റെ മൂവ്മെൻറ്റ് സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിച്ചാലും നിന്ന് കഴിച്ചാലും കിടന്ന് കഴിച്ചാലും തലകുത്തി നിന്ന് കഴിച്ചാലും ഫുഡ് സ്റ്റൊമക്കിലെത്തും. കാരണം ഫുഡ് സ്റ്റൊമക്കിലേക്ക് മൂവ് ചെയ്യുന്ന ഈ പെരിസ്റ്റാലിസിസ് മൂവ്മെൻറ്റിലൂടെയാണ്. ആ ഒരു മസ്കുലർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഓസോഫാഗസ്. ഓസോഫാഗസിന് ഫുഡ് നേരത്തെ സ്റ്റൊമക്കിലാണ്. ഒരു മസ്കുലാർ ഓർഗനാണ്, ജസ്റ്റ് ലൈക്ക് എ സാക്ക്, ഒരു സഞ്ചി പോലുള്ള ഭാഗമാണ്. അത് ഫുഡ് എത്തുന്നതിനനുസരിച്ച് ഇങ്ങനെ വീർത്ത് വരും. ഒരു പരിധിവരെ വീർക്കും, അതിനപ്പുറത്തേക്ക് വീർക്കില്ല. എന്തായാലും നമ്മളെ ഫുഡ് എത്തുന്നതിനനുസരിച്ച് സ്റ്റൊമക്ക് ഇങ്ങനെ കൂടി അതിൻ്റെ സൈസ് ഇങ്ങനെ കൂടി വരും. സ്റ്റൊമക്കിൽ വെച്ചാണ് നമ്മുടെ ഫുഡിൻ്റെ ഡൈജഷൻ്റെ സെക്കൻഡ് പാർട്ട് നടക്കുന്നത്. അതിന് ധാരാളം എൻസൈമുകൾ ആവശ്യമാണ്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിലുള്ള ഗാസ്ട്രിക് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്രന്ഥി നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാൾസിലുണ്ടാവും.
അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് പറയുന്ന എൻസൈമാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാവും. അതുപോലെ തന്നെ പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈം ഉണ്ടാവും. ഈ HCl എന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് പെപ്സിനോജനെ പെപ്സിനാക്കിയിട്ട് മാറ്റും. അത് നമ്മുടെ ഫുഡിലുള്ള മറ്റ് ബാക്ടീരിയകളൊക്കെ കൊല്ലാനൊക്കെ സഹായിക്കും. അതുപോലെ പ്രോട്ടീനെ പെപ്റ്റോൺസ് ആയിട്ട് ഈ പെപ്സിൻ കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം എൻസൈമുകൾ സ്റ്റൊമക്കിൻ്റെ വാൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ HCl ഒക്കെ ഫുഡിൻ്റെ ഡൈജസ്റ്റിന് വേണ്ടി സഹായിക്കും. അതുപോലെ പെപ്സിന് ഇതൊക്കെ ഫുഡിൻ്റെ ഡൈജസ്റ്റിന് വേണ്ടി സഹായിക്കും. സ്റ്റൊമക്കിൽ വെച്ച് നമ്മളെ ഫുഡിൻ്റെ ഡൈജസ്റ്റിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് നന്നായിട്ട് ഫുഡ് ഡൈജസ്റ്റ് ആയി വരും. എന്നാലും ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. അത് കംപ്ലീറ്റ് ആവുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ മനുഷ്യൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈന് 7.5 മീറ്റർ നീളമുണ്ടാവും. അത് ഇങ്ങനെ ഹൈലി കോയിൽഡ് ആണ്. നിങ്ങൾ മറ്റു മൃഗങ്ങളെയൊക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഹൈലി കോയിൽഡ്, അങ്ങനെ ചുരുട്ടി വയ്ക്കുകയാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ 7.5 മീറ്റർ നീളം നമ്മൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതിങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ 7.5 മീറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തന്നെ നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ അപ്പർ പാർട്ടിൽ ഡിയോഡിനം എന്നാണ് അറിയപ്പെടുക. ഈ അപ്പർ പാർട്ടിലേക്കാണ് ഫുഡ് മൂവ് ചെയ്യുക. ഇങ്ങനെ ഫുഡ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ വായിൽ നിന്ന് പോകുന്ന ഒറ്റയടിക്ക് ഫുഡ് പോവുകയല്ല ചെയ്യുക. അല്പാൽപ്പായിട്ട് കുറച്ച് ഫുഡാണ് സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അതിന് സഹായിക്കുന്ന ചില മസ്കുലാർ അസിസ്റ്റൻസുകളൊക്കെ സ്മോൾ ഇൻറ്റസ്റ്റൈന് ഉണ്ട്. ആ മസ്കുലാർ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിശക്കും. കാരണം നമ്മുടെ സ്റ്റൊമക്ക് കാലിയാകുമ്പോഴാണ് നമുക്ക് വിശപ്പ് അനുഭവപ്പെടുക. അപ്പോൾ കുറച്ച് ഫുഡ് ഇങ്ങനെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് പതുക്കെ വിശക്കുള്ളൂ. എന്നാൽ ഈ എത്തുന്ന കുറച്ച് ഫുഡ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് ഡൈജസ്റ്റായി അതിലെ ന്യൂട്രിയൻസിനൊക്കെ അബ്സോർബ് ചെയ്യാൻ സ്മോൾ ഇൻറ്റസ്റ്റൈന് സഹായിക്കുകയും ചെയ്യും. ഫാറ്റിൻ്റെ ഇമൽസിഫിക്കേഷൻ, അതായത് ചെറിയ ഡ്രോപ്സ് ആയിട്ട്, ഇമൽസിഫയർ എന്നുള്ള നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട്. നമ്മളെ വസ്ത്രങ്ങളൊക്കെ അലക്കി കഴിഞ്ഞാൽ, സോപ്പ് ഉപയോഗിച്ച് അലക്കി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഒരു പത ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടാവും. സോപ്പിൻ്റെ പതയല്ല, ഈ ചളിയും എണ്ണയും സോപ്പും ഒക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു കണ്ടീഷൻ. ഓക്കെ, അതേപോലെ ഒരു ഇതിലേക്ക് നമ്മളുടെ ഫാറ്റ്, നമ്മൾ കഴിക്കുന്ന ഫാറ്റ്, എണ്ണ, കൊഴുപ്പൊക്കെ മാറും. അതിന് ബൈൽ ജ്യൂസ് ആവശ്യമാണ്. ഈ ബൈൽ ജ്യൂസ് ലിവറിലുള്ള ഗാൽ ബ്ലാഡർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ലിവറിലുള്ള ഗാൽ ബ്ലാഡറിലുള്ള ബൈൽ ജ്യൂസാണ് നമ്മളുടെ ഫാറ്റിൻ്റെ ഇമൽസിഫിക്കേഷന് സഹായിക്കുന്നത്. ഇത് ഒരു ഡൈജസ്റ്റീവ് എൻസൈം അല്ല. ബൈൽ എന്ന് പറയുന്ന ഒരു ഡൈജസ്റ്റീവ് എൻസൈം അല്ല, പക്ഷേ ഒരു ആൽക്കലൈൻ മീഡിയം ക്രിയേറ്റ് ചെയ്യും. ഈ ആൽക്കലൈൻ മീഡിയമാണ് ഈ പാൻക്രിയാറ്റിക് എൻസൈമിന് ആക്ട് ചെയ്യണമെങ്കിൽ ഒരു ആൽക്കലൈൻ മീഡിയം വേണം. ഈ ആൽക്കലൈൻ മീഡിയം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബൈൽ ജ്യൂസ് ചെയ്യുന്നത്. ഈ ബൈൽ ജ്യൂസ് നമ്മുടെ ലിവറിലെ ഗാൽ ബ്ലാഡറിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇത് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തും. അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്ന മറ്റൊന്നാണ് പാൻക്രിയാറ്റിക് എൻസൈം. ഈ പാൻക്രിയാറ്റിക് എൻസൈമിൽ 3 എൻസൈമുകൾ ഉണ്ടാവും. പാൻക്രിയാറ്റിക് ജ്യൂസിൽ 3 എൻസൈമുകൾ ഉണ്ടാവും. ഒന്ന് ട്രിപ്സിനാണ്. ഈ ട്രിപ്സിൻ കൺവേർട്സ് പെപ്റ്റോൺസ് ആൻഡ് പ്രോട്ടിയോസിസ് ടു സ്മോൾ പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, പെപ്റ്റോൺസിനെയും പ്രോട്ടിയോസിനെയും പെപ്റ്റൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അമൈലേസിനെ മാൾട്ടോസ്, സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ് ആയിട്ട്, അമൈലേസ് എന്ന് പറയുന്നൊരു എൻസൈം ഉണ്ടാവും. അത് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ശരിക്കും നമ്മളെ വായിൽ നിന്ന് കൺവേർട്ട് ആവാത്ത ബാക്കിയുള്ള സ്റ്റാർച്ചിനെ മാൾട്ടോസ്, അതായത് ഷുഗർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. മറ്റൊന്ന് ലിപ്പേസ് ആണ്. ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ 3 എൻസൈമുകളും വരുന്നത് പാൻക്രിയാസിൽ നിന്നാണ്. അതുകൊണ്ടാണ് പാൻക്രിയാറ്റിക് ജ്യൂസ് എന്ന് വിളിക്കുന്നത്. ഇത്രയും പ്രോസസ്സുകൾ ഇത്രയും എൻസൈമുകളെത്തും. അതിന് ഈ എൻസൈമുകളെല്ലാം കൂടെ നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ആദ്യ ഭാഗങ്ങളിൽ ഫുഡിന് മുകളിൽ ആക്ട് ചെയ്യും. അങ്ങനെ നമ്മളെ ഫുഡ് ഫൈനലായിട്ട് അതിൻ്റെ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഡൈജഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടീൻ അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. നമ്മൾ കഴിച്ച ഭക്ഷണത്തിലുള്ള പ്രോട്ടീന് നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അത് അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട്
ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡൈജഷൻ്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡും ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിനെ ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡൈജഷൻ്റെ ഫങ്ഷൻ. മനസ്സിലായല്ലോ? ഇങ്ങനെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഫുഡിനെ നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യണം. അത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലാണ് നടക്കുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മനസ്സിലായല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണല്ലോ. നമ്മൾ കഴിച്ച ഫുഡ് നമ്മളുടെ വായിൽ നിന്ന് നമ്മളെ സലൈവയുമായി മിക്സ് ചെയ്യുന്നു. സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടും പെപ്സിനുമായിട്ടുമൊക്കെ മിക്സ് ചെയ്യുന്നു. പിന്നീട് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എത്തുമ്പോഴേക്കും പാൻക്രിയാറ്റിക് ജ്യൂസുമായിട്ട് മിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈലുമായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ പ്രോസസ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ കഴിച്ച ഫുഡൊക്കെ ടോട്ടലി കൺവേർട്ടഡ് ആയിട്ട് മറ്റ് പല ഘടകങ്ങളായി മാറും. അതായത് കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആവും, പ്രോട്ടീൻ അമിനോ ആസിഡായി മാറും, ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറും. ഇതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. ഇനി ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് എങ്ങനെ എത്തും എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.